പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമ്മൾ എന്തായാലും ഓതിയിരിക്കേണ്ട വിശുദ്ധമായ ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ, ഏകദേശം 14ഓളം വമ്പൻ പ്രതിഫലങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു കുഞ്ഞൻ സൂറത്തുണ്ട്. ആ സൂറത്ത് ആണ് ഏറ്റവും കൂടുതൽ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ഓതേണ്ടത്. ഏതാണ് ആ സൂറത്ത്, എങ്ങനെയാണ് ഓതേണ്ടത്? അതോടൊപ്പം തന്നെ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട 4 ആയത്തുകളുണ്ട്. ഏതൊക്കെയാണ് ആയത്തുകൾ? ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഈ വിശുദ്ധമായ ആദ്യത്തെ 10 ദിവസങ്ങൾ ദുൽഹിജ്ജ മാസത്തിന്റെ ഏറ്റവും കൂടുതൽ പറയേണ്ട 2 സ്വലാത്തുകളുണ്ട്. ഏതൊക്കെയാണ് ആ സ്വലാത്ത്? അതോടൊപ്പം തന്നെ ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ർ ഏതാണ്, തസ്ബീഹ് ഏതാണ്, അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം ഏതാണ്, എപ്പോഴൊക്കെയാണ് ചൊല്ലേണ്ടത്? വിശദമായി ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേൾക്കണം, പഠിച്ചു വെക്കണം, ചൊല്ലാൻ തുടങ്ങണം. അല്ലാഹു തആല നമ്മളെ ദുൽഹിജ്ജ മാസത്തിൽ, എല്ലാ മാസത്തിലും പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രതയുള്ള വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ ഇതാ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ അല്ലെ, ഹജ്ജ് ഉടയത് എന്നാണ് അതിന്റെ അർത്ഥം. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ഉടയത്, ഹജ്ജ് നടക്കുന്ന മാസമാണ്. ജീവിതത്തിൽ ഒരു പുരുഷായുസ്സിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാകുന്ന അമലാണ് ഹജ്ജ്. ആ ഹജ്ജ് ഉള്ളത് ഈ മാസത്തിലാണ്. ഇപ്പോൾ നിസ്കാരം നമുക്ക് എല്ലാ ദിവസവും നിസ്കരിക്കണം അല്ലെ, എല്ലാ ദിവസവും നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. റമളാനിലെ നോമ്പ്, അത് വിശുദ്ധ റമളാൻ 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? റമളാനിൽ നോമ്പ് പിടിക്കണം, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ സക്കാത്ത്, കഴിഞ്ഞ വർഷം നമ്മൾ സക്കാത്ത് കൊടുത്താൽ ഈ വർഷവും നമ്മൾ സക്കാത്ത് കൊടുക്കണം, നമ്മൾ അതിന്റെ അളവൊക്കെ എത്തിയാൽ നിർബന്ധമാണ്. എന്നാൽ ഹജ്ജ് ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ ചെയ്യൽ നിർബന്ധമായ അമലാണ്. അല്ലാഹു തആല ഈ പ്രാവശ്യം ഹജ്ജിനായി ഉംറക്കായി പോയിട്ടുള്ള മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറും മർദിയുമായി അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹജ്ജുള്ള വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ദുൽഹിജ്ജ മാസത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അമലുകളിൽ ഒന്നാണല്ലോ ഉദ്ഹിയ്യത്ത് കർമ്മം. ആ ഉദ്ഹിയ്യത്ത് കർമ്മത്തിന്റെ മസ്അലകൾ എന്തൊക്കെയാണ്, ഉദ്ഹിയ്യത്ത് അറുത്താൽ കിട്ടുന്ന കൂലി എന്തൊക്കെയാണ്, വിശദമായി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചില ദിക്റുകൾ നമ്മൾ പ്രത്യേകമായി ഓതേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അത് പറഞ്ഞാൽ എന്താണ് നേട്ടം? നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഓരോ ദിവസവും എന്താണ്, 1000 ദിവസത്തിന് തുല്യമായ പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണ്. അതായത് ഇന്ന് നമ്മളൊരു കാര്യം ചെയ്താൽ 1000 ദിവസം അത് തുടർച്ചയായി അമൽ ചെയ്തത് പോലത്തെ പ്രതിഫലം അല്ലാഹു തരുന്ന ദിവസമാണ്. ഇങ്ങനെ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ഓരോ ദിവസവും, പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകം ഒന്ന് കരുതി ഇബാദത്തെടുത്താൽ ഇത് മതി നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ. നമ്മളാരും ഇപ്പോൾ ഹജ്ജിന് പോയിട്ടില്ല, നമ്മളൊക്കെ നാട്ടിലുള്ളവരാണ്. അപ്പോൾ ഹാജിമാര് ചെയ്യുന്ന വലിയ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന അമലുകൾ, അതുപോലത്തെ അത്രയും കിട്ടുന്നില്ലെങ്കിലും അതിനോട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന പല അമലുകളും നമ്മുടെ നാട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാം. അതിൽപ്പെട്ട ചില അമലുകളാണ് പറയാൻ പോകുന്നത്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അക്സിറു സവാബാ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ചില അമലുകൾ ചെയ്താൽ അല്ലാഹു തആല അധികമായി, ധാരാളമായി പ്രതിഫലം തരുന്നതാണ്. ഹാജിമാരൊക്കെ ഹജ്ജിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. ദുൽഹിജ്ജ 8 മുതലാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ അമലുകൾ തുടങ്ങുന്നത്. അതുപോലെ നമ്മളൊക്കെ നാട്ടിൽ ഉദ്ഹിയ്യത്ത് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധമായ ദുൽഹജ്ജിൽ ഏറ്റവും കൂടുതലായി ഏത് സൂറത്താണ് ഉസ്താദെ ഓതേണ്ടതെന്ന് പലരും ചോദിച്ചു. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സൂറത്താണ്, ഏത് ആയത്താണ്, ഏത് ദിക്റാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഓതേണ്ടത്, പറയേണ്ടത്?
നമ്മളത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നാലും ഒന്ന് ഓടിച്ചു പറയുകയാണ്. പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ട ആയത്തുകളിൽ ഒന്നാമത്തേത് വിശുദ്ധമായ സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിന്റെ വളരെ പ്രാധാന്യമുള്ള ഒരായത്ത് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സ്വർഗ്ഗ അവകാശികൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ അല്ലാഹുവിൽ നിന്നും കേൾക്കുന്ന വാക്ക് സലാം സലാം സലാം. നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ എന്ന വാക്കാണ്. അല്ലാഹുവേ ആ ഒരു വാക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ. അല്ലാഹു തആല നമ്മളോട് പറയും എന്ത്? സലാം സലാം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയും. സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആല സ്വർഗാവകാശികളോട് പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ കടക്കണം. അള്ളാന്റെ ഈ വാക്ക് നമ്മൾ കേൾക്കണം. അതിനെന്ത് ചെയ്യണം? ഈ ഒരു വാക്ക് ദുന്യാവിൽ വെച്ച് നമ്മൾ ഒരുപാട് വട്ടം പറയണം. അപ്പോ വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്ന ആയത്താണ് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എല്ലാ ദിവസവും ഫർള് നമസ്കാരത്തിന് ശേഷം 11 വട്ടം ഈ ഒരു ആയത്ത് ഓതണേ, മറന്നുപോവാൻ പാടില്ല. ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടമാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അതോടൊപ്പം തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഓതേണ്ട ആയത്തിൽ രണ്ടാമത്തെ ആയത്ത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ്, വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇത് തൗബയുടെ വചനമാണ്, ഇസ്തിഗ്ഫാറിന്റെ വചനമാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മറന്നുപോകരുതേ ഉമ്മച്ചിമാരെ. എല്ലാ നമസ്കാരത്തിന് ശേഷവും ഓതണേ. അറിയാവുന്ന രൂപത്തിൽ പറ്റുന്ന പ്രാവശ്യം നിങ്ങൾ ഓതുക. പിന്നെയോ ആയത്തുൽ കുർസി വിട്ടുപോകരുതേ. ആയത്തുൽ കുർസി ഒരുപാട് സയ്യിദുൽ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് ആയത്തുൽ കുർസിയും ഈ വിശുദ്ധമായ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഓതാൻ വിട്ടുപോകരുതേ. പിന്നെയോ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ഒരു ആയത്തും നമ്മൾ മറന്നു പോവാതെ ഓതണേ. അപ്പോൾ ഓതേണ്ട ആയത്തുകൾ ഏതൊക്കെയാണ്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആയത്തുൽ കുർസി, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന 4 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ മാസം അധികരിപ്പിക്കേണ്ട സ്വലാത്ത് ഏതാണ്? സ്വലാത്ത് അല്ലാഹുവേ പടച്ചവനെ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ ലക്ഷോപലക്ഷം ഹാജിമാർ അവരുടെ ഹജ്ജിന് മുമ്പും ശേഷവുമായിട്ട് പരിശുദ്ധമായ മദീനയിലേക്ക് പോവുകയാണ്. അല്ലാഹുവേ ഞങ്ങളെയും നീ മദീനയിൽ എത്തിക്കണേ അല്ലാ. ആ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിന് സലാം പറയാൻ, സ്വലാത്ത് പറയാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. എല്ലാ സമയത്തും നമ്മൾ ഓതേണ്ട ഒരു സ്വലാത്തുണ്ട്. എല്ലാ വിധത്തിലുള്ള കണ്ണേറുകളെ തൊട്ട്, രോഗങ്ങളെ തൊട്ട്, കൊതികളെ തൊട്ട്, കടത്തെ തൊട്ട്, എല്ലാവിധ അസ്വസ്ഥതകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ പ്രത്യേകിച്ച് മക്കളെ ഓതി മന്ത്രിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് തിബ്ബു സ്വലാത്ത്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ശിഫാ തരുന്ന ഡോക്ടറാകുന്ന അല്ലാഹുവിന്റെ റസൂലേ, ഹൃദയത്തിന് വേദന വരുമ്പോ സമാധാനമാണ് നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് ഒരു ഡോക്ടറെ പോലെ നമ്മുടെ പ്രതിസന്ധികൾ മാറ്റിത്തരുകയാണ്. വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ. നമ്മുടെ ശാരീരികമായ മാനസികമായ രോഗങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മുത്ത് റസൂലിന് മാറ്റാനുള്ള വലിയ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. വനൂരുൽ അബ്സാരി വദിയാഇഹാ. കണ്ണുകൾക്ക് വെളിച്ചമാകുന്ന നബിയേ, പ്രകാശമാകുന്ന റസൂലേ, വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. നബിയേ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാദികൾ അതുപോലെ സ്വഹാബിമാർ എല്ലാവർക്കും അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. സ്വലാത്ത്, തിബ്ബു സ്വലാത്ത് മറന്നുപോ
പോവണ്ടെന്ന് ചൊല്ലിക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അപ്പോൾ നമ്മൾ ആ ഓതേണ്ട ആയത്ത് പറഞ്ഞു, ചൊല്ലേണ്ട സ്വലാത്ത് പറഞ്ഞു. ഇതല്ലാതെ ഏതൊക്കെ സ്വലാത്തുണ്ട്, പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് മറന്നു പോവരുതേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കുന്ന ദിനരാത്രങ്ങളാണ് ഈ ദുൽഹിജ്ജ മാസത്തിലുള്ളത്. ഹജ്ജ് ദുൽഹിജ്ജ മാസത്തിലാണ്. ഈ ദുൽഹിജ്ജ മാസത്തിൽ നടക്കുന്ന ഹജ്ജും ഉദ്ഹിയ്യത്തും മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം ഇബ്രാഹിം നബിയുടെ ആ മഹാനവകളുടെ ഓർമ്മകൾ പുതുക്കുന്ന സുന്ദരമായ അമലുകളാണ്. അതുകൊണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അപ്പോൾ ഈ സ്വലാത്ത് നമ്മൾ മറന്നു പോവണ്ട, ഇബ്രാഹിമിയ സ്വലാത്ത്. അൽഹംദുലില്ലാ, അല്ലാഹുവേ പടച്ചവനെ ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് ദിക്റാണ് ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കേണ്ടത്? ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ ഫമാ നഖൂലു ഫീഹാ യാ റസൂലല്ലാഹ്, നബിയേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? ഖാല, നബി തങ്ങൾ പറയുകയാണ്, അക്സിറു തക്ബീറ വത്തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ്. തക്ബീർ പറയണം, തസ്ബീഹ് പറയണം, തഹ്മീദ് പറയണം, തഹ്ലീൽ പറയണം. ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ദിക്ർ മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അൽഹംദുലില്ലാ, വല്ലാത്തൊരു ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണിത്. ഇത് നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന്റെ ആദ്യത്തെയും രണ്ടാമത്തെ റക്അത്തുകളിൽ ഈ തക്ബീർ ചൊല്ലി, അല്ലെ, തക്ബീർ ചൊല്ലിയിട്ട് നമ്മൾ കൈകെട്ടി ഉയർത്തുമല്ലോ, ആ സമയത്ത് ആ ഓരോ തക്ബീറിന്റെ ഇടയിലും ചൊല്ലേണ്ട ദിക്റാണ്. ത്വവാഫിന്റെ ഇടയിൽ കൂടുതലായി അധികരിപ്പിക്കൽ നല്ലതായിട്ടുള്ള ഒരു ദിക്റാണ്. അതുപോലെ തന്നെ തസ്ബീഹ് നമസ്കാരത്തിലും ഉദ്ഹിയ്യത്ത് മൃഗത്തെ കാണുമ്പോഴും അതിനെ അറുക്കുന്ന സമയത്തൊക്കെ ഈ ദിക്ർ ധാരാളമായിട്ട് പറയണമെന്നാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹു തആല പറയാൻ തൗഫീക്ക് തരട്ടെ. ഇനി അപ്പോൾ ഈ മാസത്തിൽ അധികരിപ്പിക്കേണ്ട ആയത്ത് പറഞ്ഞു, സ്വലാത്ത് പറഞ്ഞു, ദിക്ർ പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു ദിക്ർ, ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു വൃക്ഷം നമുക്ക് വേണ്ടി നടപ്പെടുമെന്നൊക്കെ നമുക്ക് ഹദീസിന്റെ കിതാബിൽ കാണാം. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു മരം നമുക്ക് വേണ്ടി അവിടെ അല്ലാഹു തആല നടുമെന്നാണ്. രണ്ടാമത് ചൊല്ലിയാൽ രണ്ടാമത് എത്രമാത്രം ചൊല്ലുന്നു അത്രമാത്രം സ്വർഗത്തിലേക്ക് അടുക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അഫ്ളലുൽ കലാമി ബഅദൽ ഖുർആനി അർബഅ, വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ 4 വാക്കുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഹുന്ന മിനൽ ഖുർആൻ, അവകളാണെങ്കിലോ ഖുർആനിൽ പെട്ടതാണ്. അതേതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ആണ്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. അല്ലാഹുവിന് നമ്മളോട് വലിയ തൃപ്തി ഉണ്ടാകുന്നതാണ്. ഖുർആൻ ഓതിയതുപോലത്തെ പ്രതിഫലം കിട്ടുന്നതാണ്. ദിക്ർ പറഞ്ഞ കൂലി കിട്ടുന്നതാണ്. അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു തആല നിലനിർത്തി തരുന്നതാണ്. മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമുണ്ടാകും ാകുന്നതാണ്. ഹജ്ജിന്റെ പ്രതിഫലം പോലോത്ത ഒരു പ്രതിഫലം നമുക്ക് അല്ലാഹു തആല തരുന്നതാണ്. ഇനി ഈ മാസത്തിൽ പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ഓതേണ്ട, ഏറ്റവും കൂടുതലായി ഓതേണ്ട സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരമായി പറയാനുള്ളത് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്താൻ. ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഒരു ദിവസം 10 പ്രാവശ്യം ഓതുന്നവന് ഒരു കൊട്ടാരം പണിതു വെക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 ഈ സൂറത്തെന്ന് നബിതങ്ങളുടെ ഹദീസിൽ കാണാം. 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും ഈ സൂറത്ത് ഓതുന്നത് അധികരിപ്പിച്ചാൽ. സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമെന്നാണ്. അല്ലാഹു തആല ഇവനോട് ഹുബ്ബ് വെക്കുമെന്നാണ്. അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും. നമ്മുടെ ദുആകൾ സ്വീകരിക്കും. ദാരിദ്ര്യമില്ലാതാകും. മലക്കുകൾ പോലും നമുക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അത് കാരണമാകും. ഖബറിന്റെ ഇടുക്കത്തെ തൊട്ടുള്ള കാവലുണ്ടാകും. സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കിട്ടും. നന്മകൾ ചെയ്യാനുള്ള ഒരു തോന്നൽ
പ്രതിഫലങ്ങൾ അള്ളാഹു എത്തിച്ചു തരും. ഇത് ഓതുന്നവനും ഓതുന്നവന്റെ അയൽവാസിക്കും ഇതിന്റെ പ്രതിഫലം അള്ളാഹു താല കൊടുക്കും. അതുപോലെ സിറാത്ത് പാലം വേഗത്തിൽ കടക്കാനുള്ള അവസരം അള്ളാഹു താല തരുന്നതാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് കിട്ടാനുണ്ട്. ഈ ദിവസങ്ങളിൽ ഓതേണ്ട സൂറത്ത്, ആയത്ത്, സ്വലാത്ത്, ദിക്ർ, 4 കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയില്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു തആല ഇതൊക്കെ നമുക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവാൻ, ഓതാൻ, ചൊല്ലാൻ, ഇതൊക്കെ ചൊല്ലുമ്പോൾ ഓതുമ്പോൾ കിട്ടുന്ന എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവൻ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യുക, മോശപ്പെട്ട പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കുക. ആരോടും പിണക്കം വേണ്ട, വഴക്ക് വേണ്ട. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു തആല കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.